കമലിലേക്ക് ഒരിക്കൽ പോവുകയാണ്. ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ടർ കമൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. കമൽ, ഇന്ന് ജനകീയ തിരച്ചിൽ തുടർന്നു, നാളെയും തുടരും എന്നാണ് അറിയുന്നത്. ഇന്ന് 3 മൃതദേഹങ്ങൾ നമ്മൾ കണ്ടെടുത്തു. അതായത് ഇപ്പോഴും ഈ വനമേഖലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. സൈന്യം അവരുടെ ദൗത്യം പൂർത്തിയാക്കി പോയി. അതിനുശേഷം ജനകീയമായ തിരച്ചിൽ നടത്തുമ്പോഴും ഇപ്പോഴും നമുക്ക് ശരീരങ്ങളോ ശരീരാവശിഷ്ടങ്ങളോ വീണ്ടെടുക്കാൻ കഴിയുന്നുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നൊരു വിവരം, എയർലിഫ്റ്റ് ചെയ്യണമെന്ന ആവശ്യം അധികൃതർ അംഗീകരിച്ചില്ല. അതുകൊണ്ട് ദുർഘടമായ പാതയിലൂടെ രക്ഷാപ്രവർത്തകർക്ക് തെരച്ചിലിന് പോയ ആളുകൾക്ക് മൃതദേഹവുമായി തിരികെ വരേണ്ടി വന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അതായത് വയനാട്ടിലെ തെരച്ചിൽ സംബന്ധിച്ച് എന്താണ് അവിടെ നിന്ന് പറയാൻ കഴിയുന്ന വിവരങ്ങൾ? അതിൽ ഇനിയൊരു ഏകോപിത സ്വഭാവം ഉണ്ടാകില്ലേ? മാധു, ഇത് വളരെ ദുർഘടമായ ഒരു മേഖലയാണ്. ഇന്ന് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് ഈ വയനാട് മലപ്പുറം അതിർത്തിയിലെ ചെങ്കുത്തായ മലനിരകൾ, വെള്ളച്ചാട്ടങ്ങൾ, അവിടെ വനമാണ്. വളരെ ദുർഘടമായ ഒരു ഭൂപ്രദേശമാണ്. അവിടെ നിന്നാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അല്ലാതെ നമ്മുടെ ഈ ജനകീയ തെരച്ചിൽ ഏറ്റവും സജീവമായി നടന്ന ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ നിന്നൊന്നും ഇന്ന് ശരീരാവശിഷ്ടങ്ങൾ പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടത്തേക്ക് ഭൂപ്രകൃതി മാറിയിരിക്കുന്നു. ആ ദിവസങ്ങളിൽ ഇടയ്ക്ക് 2-3 ദിവസം കനത്ത വെയിലായിരുന്നു. ചെളിയൊക്കെ നല്ല രീതിയിൽ ഉറച്ചിരിക്കുന്നു. ഇനി മണ്ണിനടിയിലേക്കൊന്നും കൂടുതൽ തെരച്ചിൽ നടത്താൻ കഴിയുന്നൊരു സാഹചര്യം അല്ല അവിടെയുള്ളത്. മാത്രമല്ല, ഇത്രയും ദിവസമായി ഇനി ലഭിക്കുകയാണെങ്കിൽ തന്നെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഏത് രീതിയിൽ ലഭിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അത് DNA പരിശോധനയിലൂടെയൊക്കെ മാത്രമേ ആരുടേതെന്നൊക്കെ കണ്ടെത്താനാവുകയുള്ളൂ. ഇപ്പോഴും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നത് ഈ താഴെ ഭാഗത്ത് നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ദുർഘടമായ പ്രദേശത്ത് നിന്നാണ്. ഇന്ന് ആ രക്ഷാപ്രവർത്തനത്തിന് പോയ ആളുകൾക്ക് പരാതിയുണ്ട്, എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സൈന്യം പോയതിന് ശേഷം ഇവിടെ ആ ഹെലികോപ്റ്ററൊക്കെ അത്ര പെട്ടെന്ന് എത്താൻ പറ്റുന്ന സാഹചര്യത്തിൽ നിലവിലുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഈ നൗഫലിൻ്റെ നേതൃത്വത്തിൽ റിപ്പണിൽ നിന്നുള്ള ഒരു സംഘമാണ് ആ ഭാഗത്ത് രക്ഷാപ്രവർത്തനത്തിന് പോയത്. അവിടുത്തെ നാട്ടുകാരാണ്. അവർക്കാണ് ഈ 3 ശരീരാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് തെരച്ചിലിൽ ലഭിച്ചത്. അവർ തിരിച്ച് ഈ മല കയറി, വലിയ കൊക്കയാണ് വയനാട്ടിൽ നിന്ന് താഴേക്കുള്ള കൊക്കയുടെ താഴെയാണ് ഈ പറയുന്ന പരപ്പൻപാറ കോളനി എന്ന് പറയുന്ന പ്രദേശമൊക്കെ. അവിടെ നിന്ന് അവർക്ക് തിരിച്ചു കയറി വരേണ്ടി വന്നു. അതിൽ അവർ പരാതിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് വൈകിട്ട് മന്ത്രി പറഞ്ഞത് നാളെ ആ മേഖലയിൽ, അതായത് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ മുതൽ ചാലിയാറിൻ്റെ ബാക്കി ഭാഗങ്ങൾ, നേരത്തെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത പോത്തുകല്ല്, മുണ്ടേരി ഫാം, അത് കഴിഞ്ഞ ഈ പരപ്പൻപാറ കോളനിയുടെ പ്രദേശം തൊട്ട് ആ പ്രദേശങ്ങളിൽ നാളെ സജീവമായി ഒരു ജനകീയ തെരച്ചിലുണ്ടാകും. അവിടെ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുന്നതൊക്കെ വീണ്ടെടുക്കാം എന്നുള്ളതാണ് ഇന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നത്, മന്ത്രിയൊക്കെ അറിയിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഈ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലുള്ള തെരച്ചിൽ ഇനി എത്ര ദിവസം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇനി കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യത്തിലൊക്കെ. നേരത്തെ നമ്മൾ പുത്തുമലയിൽ ഇത്തരത്തിൽ 5 പേരെ കൂടി കിട്ടാനുണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ കുടുംബാംഗങ്ങളെ വിളിച്ച് അവരെ ബോധ്യപ്പെടുത്തിയൊക്കെയാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത്. പക്ഷേ ഇവിടെ 130 പേർ ഔദ്യോഗിക കണക്കിൽ തന്നെയുണ്ട്. അതിന് പുറമേ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കളുടെ സമ്മതത്തോടെ നമുക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. അതിന് ഇനിയും ഒരുപക്ഷെ സമയം എടുക്കുമായിരിക്കും അവരെ ബോധ്യപ്പെടുത്താൻ. പക്ഷേ ഈ പ്രദേശങ്ങളിലെ തെരച്ചിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എന്ന് നമുക്ക് പറയേണ്ടി വരും.